BaBu Monz TeChz എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിന്നൊരു പുതിയ ശനിയാഴ്ചയൊക്കെ എല്ലാവരും വന്നിട്ടുണ്ടെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മളെ ഒരു പുതിയ ഓവർവ്യൂ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഓവർവ്യൂ കാണുന്നതിന് മുമ്പ് എല്ലാവരും നമ്മളെ BaBu Monz TeChz ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മളെ ഓവർവ്യൂ വീഡിയോ ആണ് MOTOROLA G10 പവർ എന്ന് പറയുന്ന ഫോണിനെ പറ്റിയിട്ട്. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്ക് തുടങ്ങാമല്ലേ. അപ്പോൾ G10 പവറിൻ്റെ ഓവർവ്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ 4 GB റാമും 64 GB സ്റ്റോറേജും വരുന്ന ഒരു വേരിയൻ്റ് ആണല്ലോ. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഡിസൈൻ കണ്ടോ, സാധാരണ നമ്മളെ ഫോണിൻ്റെ ഡിസൈൻ പോലെ തന്നെയാണ്. റെഡ്മി, ഓപ്പോ അങ്ങനത്തെ ഫോൺ ഡിസൈൻ ഒരു ചേഞ്ചും ഇല്ല. ഇപ്പോഴത്തെ ഒരു ഫോണിന് അങ്ങനത്തെ വലിയ ചേഞ്ചൊന്നും കൊടുക്കുന്നില്ല മുമ്പത്തെ ഡിസ്പ്ലേൻ്റെ ഇതിന്. ഓക്കെ, ഒന്നുകിൽ ഡ്യൂ ഡ്രോപ്പ് ഡിസ്പ്ലേ ഇല്ലെങ്കിൽ നമ്മളെ പഞ്ച് ഹോൾ ഡിസ്പ്ലേ, സൈഡിലുള്ള പഞ്ച്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 10,000 രൂപയാണ്, 9,999 രൂപ. ഓക്കെ, അതിപ്പോൾ 23% ഓഫീസിലാണ് ഇപ്പോൾ ഈ 10,000 രൂപേൻ്റെ കിട്ടുന്നത്. ശരിക്കുള്ള പ്രൈസാണ് 13,000 രൂപ, 12,999 രൂപ. ഓക്കെ, പിന്നെ ഇതിൻ്റെ മെയിൻ ഇത് വാങ്ങാനുള്ളൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് എക്സ്ചേഞ്ചിൻ്റെ ഒപ്പം വാങ്ങാൻ പറ്റും അപ് ടു 9,350 രൂപ വരെ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരാൾ എക്സ്ചേഞ്ച് ചെയ്യാൻ നോക്കുന്നതാണെങ്കിൽ ഇത് നല്ലൊരു ഓഫറാണ്. ഓക്കെ, ബാക്കിയെല്ലാ ഫോൺസിന് ഇത്ര ഒരു റേഞ്ച് കിട്ടില്ല. എക്സ്ചേഞ്ചിൻ്റെ സമയത്ത് ഒരു മിനിമം പോയാൽ ഒരു 6,000-7,000 റേഞ്ച് വരെയാണ് കിട്ടാറുള്ളൂ. ഇതിൽ 9,350 രൂപ വരെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഡയറക്റ്റിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം, കാരണം വേറെ ഒരു ഡിസൈനിന് വലിയ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ സ്പെസിഫിക്കേഷനിൽ വരുന്നതാണെങ്കിൽ ഇതിൽ 6000 mAh ബാറ്ററി വരുന്നുണ്ട്, 48 MB ക്വാഡ് ക്യാമറ വിത്ത് നൈറ്റ് വിഷൻ സെറ്റപ്പ് വരുന്നുണ്ട്, നിയർ സ്റ്റോക്ക് ആൻഡ്രോയിഡ് 11 വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 11 ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് ആണ്. പിന്നെ നിയർ സ്റ്റോക്ക് എന്ന് വെച്ചാൽ ഇതിൽ ബ്ലോട്ട്വെയറും സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ബ്ലോട്ട്വെയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ തന്നെ വേണ്ടാത്ത ആപ്സ് കുറേ ഉണ്ടാവും. ഈ ടിക്ടോക്ക് ഇതെല്ലാം കുറച്ചിങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആയിട്ട് വരുന്ന സംഭവങ്ങൾ. ഓക്കെ, അതല്ല നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാം. അത് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ക്ലീൻ ആയിട്ടുള്ളൊരു ആൻഡ്രോയിഡ് ആയിരിക്കും വരുന്നത്, വെറും ഗൂഗിളിൻ്റെ കുറച്ച് ആപ്സ് മാത്രമായിട്ട്. ഓക്കെ, പിന്നെ 2x2 മീമോ 4G വോൾട്ടി എന്ന് വെച്ചാൽ 2 ഡുവൽ 4G സിം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഒരേ സമയത്ത്. ഓക്കെ, എന്നുവെച്ചാൽ നെറ്റൊന്ന് യൂസ് ചെയ്യുന്ന സമയത്ത് വേറെ എന്തെങ്കിലും കോൾ വന്നാൽ അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ. ഓക്കെ, പിന്നെ ക്വാൾക്കം സ്നാപ്ഡ്രാഗൺ 460 പ്രൊസറാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ 460 കുഴപ്പമില്ലാത്ത പ്രൊസസ്സാണ്. ഓക്കെ, വലിയ ഗെയിമിംഗ് ഇതൊന്നും പറ്റില്ല, പക്ഷേ എന്നാലും വലിയ ഹാങ്ങും ആവില്ല, അങ്ങനത്തെ പറയാം. പിന്നെ 6.5 ഇഞ്ചിൻ്റെ മാക്സ് വിഷൻ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ HD+ ഡിസ്പ്ലേ ആണ്, ഫുൾ HD അല്ല, HD+ ഡിസ്പ്ലേ ആണ്. ഓക്കെ, പിന്നെ IP52 റേറ്റഡ് വാട്ടർ പ്ലസ് റിപ്പലൻറ്റ് ഡിസൈനാണ്. അപ്പോൾ കുറച്ചൊരു വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞിട്ടില്ല, കുറച്ച് സ്പ്ലാഷ് പ്രൂഫാണ്. ഓക്കെ, പിന്നെ 4 GB റാം പ്ലസ് 64 GB സ്റ്റോറേജ് വരുന്നുണ്ട് ഇതിൽ. ഓക്കെ, പിന്നെ തിങ്ക് ഷീൽഡ് ഫോർ അഡ്വാൻസ്ഡ് സെക്യൂരിറ്റി. തിങ്ക് ഷീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവസി പ്രൊട്ടക്ഷൻ ഒരു അങ്ങനത്തെ സോഫ്റ്റ്വെയർ വരുന്ന സംഭവമാണ്. ഓക്കെ, അപ്പോൾ അത്ര സാധനമാണ് ഇത് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്ക് ഡിസൈൻ എന്ന് പറയുന്നത് നോർമൽ മോട്ടോറോളേൻ്റെ ആ ലോഗോ ഉണ്ടാവും. പിന്നെ ആ ഫിംഗർ പ്രിൻ്റ് ആണോ നമുക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാം. പിന്നെ 3 മെയിൻ ക്യാമറ അതിൽ കാണിക്കുമ്പോൾ ഒന്ന് 48 MB, പിന്നെ ഒന്ന് 508 അങ്ങനെ എന്തോ ആണ്, അത് നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ LED ഫ്ലാഷ് വരുന്നുണ്ട് ബാക്ക്, പിന്നെ ഒരു മാക്രോ. ഓക്കെ, പിന്നെ ബാക്കിലെ ഡിസൈൻ വരുന്നത് ഗ്രേഡിയൻ ഡിസൈൻ ആണ്. ഗ്രേഡിയൻ എന്ന് പറയുമ്പോൾ ഒരു 2-3 കളേഴ്സിലല്ല, കുറച്ച് പക്ഷേ ഒരു ഡാർക്കിഷ് വൈറ്റ് ആയിട്ട് ബാക്കോട്ട് താഴോട്ട് വന്നത്, പക്ഷേ ഗ്രേഡിയൻ വേവ്സ് ആണ് വരുന്നത്. ഓക്കെ, പിന്നെ നിങ്ങളിത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോണായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഗൂഗിൾ നെസ്റ്റ് മിനി 2,499 രൂപയ്ക്ക് വാങ്ങാവുന്നതാണ്. ഓക്കെ, പിന്നെ വേറെ കുറേ ബാങ്ക് ഓഫേഴ്സ് ഉണ്ട്, സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. ഓക്കെ, സ്പെഷ്യൽ ഓഫേഴ്സ് ഇൻക്ലൂഡഡ് ആണ് ഇതിൽ. ഓക്കെ, പിന്നെ ക്യാമറ വരുന്നത് ബാക്കത്തെ 48+8+2+2 48 MB മെയിൻ ക്യാമറ, 8 MB വൈഡ് ആംഗിൾ, 2 MP പോർട്രേറ്റ്, 2 MP മാക്രോ. ഓക്കെ, പിന്നെ 8 MB ഫ്രണ്ട് ക്യാമറ ആണ് വരുന്നത്. ഓക്കെ, പിന്നെ വലുതായിട്ട് ഇതിൽ അങ്ങനെ പറയാൻ പറ്റുന്ന വലിയ സംഭവങ്ങളൊന്നുമില്ല. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ബോക്സിൽ കിട്ടുന്നത് ഹാൻഡ്സെറ്റ്, ചാർജർ, USB കേബിൾ, യൂസർ ഗൈഡ്, സിം ടൂൾ. ബാക്ക് കവർ കിട്ടില്ല. ഓക്കെ, പിന്നെ ഇതിൽ ഡെഡിക്കേറ്റഡ് മൈക്രോ SD സ്ലോട്ട് ഇല്ല, ഹൈബ്രിഡ് സ്ലോട്ടാണ്. ഓക്കെ, പിന്നെ ഇതിൽ അഡ്രീനോ 610 GPU വരുന്നുണ്ട്, IPS ഡിസ്പ്ലേ ആണിത്. ഓക്കെ, പിന്നെ ഫുള്ളി 4G ഫോണാണ്, 5G അല്ല, 4G ഫോണാണ്, ഓർമ്മിക്കുക. ഓക്കെ, പിന്നെ ഇതിനെപ്പറ്റി പറയാൻ വേറൊന്നുമില്ല. ഫിംഗർ പ്രിൻറ്റ് റീഡർ ഉണ്ട് ബാക്കിലാണ്. ഓക്കെ, ഫിംഗർ പ്രിൻറ്റ് റീഡർ ഉണ്ട്, നാനോ സിമ്മാണ് വരുന്നത് ഇതിൽ. ഓക്കെ, ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് 6000 mAh ബാറ്ററി, പിന്നെ ഇതിൻ്റെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ്, പിന്നെ 48 MB ക്വാഡ് ക്യാമറ സെറ്റപ്പ്, ആൻഡ്രോയിഡ് 11 HD+ ഡിസ്പ്ലേ, വാട്ടർ റിപ്പലൻറ്റ് ഡിസൈൻ. ഇത്ര സാധനങ്ങളാണ് ഇതിൻ്റെ മെയിൻ ഇത് വരുന്നത്. ഓക്കെ,
ഇത് വാങ്ങണോ വേണ്ടയോ എന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. അടുത്തൊരു വീഡിയോ ഉണ്ട് മോട്ടോറോള G30 എന്ന് പറയുന്നത്, അതും കൂടി കാണുക. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നതായിരിക്കും ഏതാണ് ഇതിൽ ബെറ്റർ എന്ന്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ പോയിട്ട് എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക BaBu Monz TeChzലേക്ക്. പിന്നെ ബൈ ഫ്രം BaBu Monz TeChz. സബ്സ്ക്രൈബ്.